ഇന്ത്യയിലെ മനോഹരങ്ങളായ 10 ഗ്രാമങ്ങളിലൊന്ന് ഒറീസയിലെ ജിറാങ്. ഒറീസയിൽ ചന്ദ്രഗിരി കുന്നുകളുടെ താഴ്വരയിൽ ഇന്ത്യയിലെ ഏറ്റവും മനോഹരങ്ങളായ 10 ഗ്രാമങ്ങളിലൊന്നായ ജിറാങ് കാണുക എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിൻ്റെ അന്വേഷണത്തിലാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല പോലെ അത്ര പ്രസിദ്ധമല്ല ജിറാങ്ങിലെ ഈ മൊനാസ്ട്രി. 1959 ചൈന ടിബറ്റിനെ ആക്രമിച്ചപ്പോൾ അഭയാർത്ഥികളായി ഇന്ത്യയിൽ എത്തിയവരിൽ ഒരു കൂട്ടരെ ഇവിടെ ഈ ചന്ദ്രഗിരി മലനിരകളുടെ താഴ്വരയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്വീകരിക്കുകയും ജിറാങ്ങിലെ ഈ പ്രദേശത്ത് 4-5 കിലോമീറ്റർ ചുറ്റളവായി താമസിക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ 4000-ഓളം ടിബറ്റന്മാർ ഇവിടെ താമസിക്കുന്നു. സത്യത്തിൽ അവരുടെ സഹവാസം മൂലം ഈ പ്രദേശത്തിനും ഇവിടുത്തെ ജനതയ്ക്കും മറ്റൊരു രൂപവും ഭാവവും നൽകാൻ അവർക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കേന്ദ്രമാക്കി അവർ ഈ നാടിനെ മാറ്റി. അങ്ങനെയാണ് ഇന്ത്യയിലെ 10 മനോഹര ഗ്രാമങ്ങളിലൊന്നായി ജിറാങ് മാറിയത്. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്ന സ്ഥലത്തു നിന്നുമാണ് ഇങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഗൂഗിൾ നോക്കി ആദ്യം ആന്ധ്രയുടെ ബോർഡർ പട്ടണമായ പലാസ എന്ന സ്ഥലത്ത് എത്തി. പിന്നീട് ഒറീസയിലെ പാലക്കമുണ്ടി വരെ ബസ്സിലും ശേഷം 80 കിലോമീറ്റർ പല ഷെയർ ഓട്ടോയിലും മാറി മാറി കയറിയാണ് യാത്ര ചെയ്തത്. വനത്തിലൂടെയാണ് യാത്ര. നേരം സന്ധ്യയോട് അടുക്കുന്നു. അവസാനത്തെ ഓട്ടോയിൽ യാത്ര ചെയ്തപ്പോൾ വലിയ ആശങ്കയായിരുന്നു. 5 മണിക്ക് മൊണാസ്ട്രി അടയ്ക്കും. എൻ്റെ കൂടെ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നവർ ഓരോ ജംഗ്ഷനിലും ഇറങ്ങിക്കൊണ്ടിരുന്നു. ഈ വഴിയിൽ ഒരു ലോഡ്ജിന് ഉള്ള സാധ്യത കാണുന്നുമില്ല. ഇങ്ങോട്ട് പുറപ്പെടാൻ തോന്നിയ സമയത്തെ ഓർത്ത് വല്ലാതെ നിരാശപ്പെട്ടു. അങ്ങനെ അവസാനം ഒരു ജംഗ്ഷനിൽ ഞാൻ കയറിയ ഓട്ടം അവസാനിപ്പിച്ചു. ഓട്ടോക്കാരൻ എന്നോട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. വിജനമായ ഒരു സ്ഥലം. എന്നെ ഒരു ഹോട്ടലുള്ള സ്ഥലത്ത് ഇറക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. 200 രൂപ അങ്ങോട്ടേക്കുള്ള യാത്രക്കൂലി പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ 200 അല്ല 1000 ആണെങ്കിലും കൊടുക്കാൻ ഞാൻ റെഡിയായിരുന്നു. കാരണം ഈ വനത്തിനുള്ളിൽ എൻ്റെ അവസ്ഥ അതായിരുന്നു. അങ്ങനെ മെയിൻ റോഡിൽ മൊണാസ്റ്ററിക്ക് കുറച്ച് അകലെ ഒരു നല്ല ഹോട്ടലിൽ എന്നെ ആ ഓട്ടോക്കാരൻ കൊണ്ടെത്തിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ മടക്കയാത്രയിൽ ബസ്സിൽ സഞ്ചരിച്ചപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. അതാണ് ആൾത്തിരക്കും മാർക്കറ്റുമൊക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ വഴിക്ക് സന്ധ്യയ്ക്ക് 6 മണിക്ക് സഞ്ചരിക്കുമ്പോൾ ഇതായിരുന്നില്ല അവസ്ഥ. ആഴ്ചയിൽ ചില പ്രത്യേക ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള ചന്ത ഗ്രാമീണ മേഖലയിൽ ഉണ്ടാകുന്നത്. ഈ ഭാഗം വഴിയൊക്കെ കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു അന്തിച്ചന്ത നടക്കുന്നുണ്ടായിരുന്നു. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളതായിരുന്നു. പക്ഷേ ചന്തയുടെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ചില ഗ്രാമീണ യുവാക്കൾ മദ്യപിച്ച് എന്നെ സഹായിക്കാൻ വല്ലാത്ത ഉത്സാഹം കാണിച്ചുകൊണ്ടിരുന്നു. അവരുടെ മുമ്പിൽ ക്യാമറ എടുക്കുക എന്നത് അപകടകരമായിരുന്നു. ഈ യാത്രക്കിടയിൽ ഇതുപോലെ ഒരുപാട് വിഷമസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു. നല്ല നിലവാരമുള്ള ഒരു ഹോട്ടൽ. ഈ ആദിവാസി മേഖലയിൽ ഇങ്ങനെ ഒരു ഹോട്ടൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഹോട്ടലിൽ രാത്രിയിൽ ഡിന്നർ കഴിക്കാൻ വന്നപ്പോൾ മംഗോളിയൻ വംശജരായ ഒരു കൂട്ടം കുടുംബങ്ങളെ കണ്ടു. ജിറാങ് സന്ദർശിക്കാൻ ധാരാളം ആളുകൾ എത്തുന്നുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിറ്റേ ദിവസം ആണ് യഥാർത്ഥ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ തരപ്പെട്ടത്. ശരിക്കും ശാന്തമായ പ്രദേശം. മുന്നോട്ട് നടന്ന് ഒരു തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച് വളരെ നേരം അങ്ങിരുന്നു. വല്ലാത്ത ഒരു ഫീലായിരുന്നു. അവിടെ ആ കടയുടെ ടിൻ ഷീറ്റിന് മുകളിലേക്ക് പഴുത്ത മാങ്ങ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നു. അവിടെ കണ്ട ചാണകത്തിലെല്ലാം മാങ്ങാണ്ടി കാണാമായിരുന്നു.
അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വളർത്തുമൃഗങ്ങൾ ഈ മാങ്ങ കഴിച്ചതുകൊണ്ടായിരിക്കാം. അങ്ങനെയിരിക്കെ എന്നെ ഒരു ടിബറ്റുകാരൻ പരിചയപ്പെട്ടു. അവർ ഇപ്പോൾ 4000-ഓളം ആളുകൾ അവിടെ ഉണ്ടെന്നും ഓരോരുത്തരും ഓരോ ജോലി ചെയ്ത് സമാധാനത്തിൽ കഴിയുന്നുവെന്നും പറഞ്ഞു. പിന്നെ പത്മസാംഭവ മഹാവീര മൊണാസ്ട്രി കൂടാതെ അവിടെ അടുത്ത് മറ്റൊരു മൊണാസ്ട്രിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ടേക്കുള്ള വഴിയും എനിക്ക് കാണിച്ചു തന്നു. നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡ്. അവിടെ മറ്റുള്ളവരുടെ വീടുകളെ അപേക്ഷിച്ച് ഇവരുടെ വീടുകൾ കുറച്ചുകൂടി വലുതും മെച്ചപ്പെട്ടതുമാണ്. ബുദ്ധിസ്റ്റ് കൊടികളും അലങ്കാരങ്ങളോടും കൂടിയവയാണ് വീടുകൾ. ടിബറ്റൻ സ്റ്റൈലിലാണ് വീടുകളുടെ നിർമ്മാണം. ദൂരെ നിന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ സ്തൂപങ്ങളുടെ മുകൾ ഭാഗം ആകാശത്ത് തെളിഞ്ഞു കാണാം. ഗേറ്റിന് മുമ്പിലായി ഒരു വലിയ പീഠത്തിൽ പത്മസാംഭവയുടെ ഒരു പ്രതിമ. അദ്ദേഹത്തിൻ്റെ ചരിത്രമനുസരിച്ച് പ്രമുഖനായ ഒരു മാന്ത്രികനും ഭാരതത്തിലെ നളന്ദ സർവകലാശാലയിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനുമാണ്. നമ്മൾ കാണാത്ത പരിചയമില്ലാത്ത ആചാരങ്ങൾ. തളികയിൽ പൂക്കൾ നിരത്തി വെച്ചിരിക്കുന്നു. ബുദ്ധസൂക്തങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭക്തർ പ്രാർത്ഥനയോടെ നടന്നു പോകുന്നു. എന്നാൽ അവർ നമ്മളെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തതിനാൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഗേറ്റിന് എതിർവശത്തായി മറ്റൊരു ക്ഷേത്രവും പഠനശാലയും ഒക്കെയുണ്ട്. വിശാലമായ പ്രദേശം. ദേവാലയത്തിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു കുട്ടി സന്യാസിമാർ താമസ സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നു. ഭക്ഷണത്തിനോ മറ്റോ ആവാം. ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ കുട്ടികളെ വിളിച്ചിട്ട് അവർ നാണിച്ച് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ശരിക്കും പ്രഭാതത്തിലെ കാഴ്ച എനിക്ക് ഏറെ പ്രിയപ്പെട്ടതായി. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, പട്ടണത്തിലേക്ക് വ്യാപാരത്തിനായി പോകുന്നവർ, പാല് വാങ്ങാൻ വരുന്നവർ, വഴിയരികിലെ പെട്ടിക്കടയിൽ ഇരുന്ന് ചായ കുടിക്കുന്നവർ, അങ്ങനെ ഒരു ഗ്രാമത്തിലെ പ്രഭാതത്തിൻ്റെ കാഴ്ചകൾ, ചേരുവകൾ എല്ലാം കാണാനും ആസ്വദിക്കാനും കഴിഞ്ഞു. പിന്നീട് ഇവിടെ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള മെയിൻ മൊനാസ്ട്രിയിലേക്ക് ബസ്സിൽ പുറപ്പെട്ട് ഒരു ജംഗ്ഷനിൽ ഇറങ്ങി. അവിടെ ഒറീസ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബോർഡ് കാണാം. ഈ ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളിലേക്ക് ഓട്ടോയിലാണ് പോയത്. വഴിയുടെ 2 വശങ്ങളിലും ഉള്ള പാർപ്പിടങ്ങൾ കണ്ടാൽ മനസ്സിലാകും ടിബറ്റൻ ജനതയാണ് ഇവിടെ താമസിക്കുന്നതെന്ന്. വീടുകളുടെ നിർമ്മാണ ശൈലി ആ തരത്തിലാണ്. ചന്ദ്രഗിരി മലനിരകളുടെ താഴ്വരയിലെ സൗന്ദര്യം ഇവിടെ ദർശിക്കാനാവും. ചെന്നെത്തിയത് ഒരു വലിയ കമാനത്തിന് മുമ്പിലാണ്. അതിലൂടെ വേണം പ്രധാന ക്ഷേത്രത്തിൽ എത്താൻ. ഒരു വശത്ത് വലിയ കുളം. കുളത്തിൻ്റെ അരികിലൂടെ മുന്നോട്ട് നടന്ന് ഒരു തണലിൽ ഓട്ടോക്കാരനോട് കാത്തു നിൽക്കാൻ പറഞ്ഞതിന് ശേഷം പ്രധാന കവാടത്തിലേക്ക് നടന്നു. കവാടം കടന്നാൽ കാണാം അതിഗംഭീരമായ ഒരു നിർമ്മിതി. ടൈൽ വിരിച്ച പാത. ഇതാണ് പത്മസാംഭവ മഹാവീര മൊണാസ്ട്രി. പ്രവേശനം രാവിലെ 8 മുതൽ 12 വരെയും ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ 5 മണി വരെയുമാണ്. ഞാൻ വന്നത് വളരെ നേരത്തെ ആയതുകൊണ്ട് സന്ദർശകരായി അധികം ആൾക്കാരെയൊന്നും കാണുന്നില്ല. സാധാരണ ഇത്തരത്തിലുള്ള നിർമ്മാണ രീതികൾ നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ് എന്നിവിടങ്ങളിലാണ് ധാരാളമായി കാണപ്പെടുന്നത്. ഈ പ്രധാന മന്ദിരത്തിൻ്റെ ഉയരം 70 അടിയാണ്. അതായത് 5 നില കെട്ടിടത്തിൻ്റെ അത്രയും. അത്രയ്ക്കൊന്നും പഴക്കം തോന്നിക്കാത്തതാണ് ഈ ബിൽഡിംഗ്. കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ആണിത്. ലാൻഡ് ഓഫ് ഹാപ്പിനെസ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. 10 ഏക്കറിലാണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. 200ഓളം സന്യാസിമാർ ഇവിടെ താമസിക്കുന്നുണ്ട്. 3 വശങ്ങളിലെ കെട്ടിടങ്ങളിലും അവർക്കുള്ള താമസ സ്ഥലങ്ങളാണ്. 2003 ശിലാസ്ഥാപനം നടത്തുകയും 2008 8 കോടി രൂപ ചെലവ് ചെയ്തുമാണ് ഈ മന്ദിരം പൂർത്തീകരിക്കുകയും ഉണ്ടായത്. വരാന്തയിലെ ഭിത്തികളിൽ മനോഹരങ്ങളായ ടിബറ്റിൻ്റെ പെയിന്റിങ്ങുകൾ. സൈഡിലെ വാതിലിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. ഒരു മായാലോകത്ത് പ്രവേശിച്ച പ്രതീതി. എവിടെയും ചില പ്രത്യേകതരം ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു.
ഞാൻ കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെ ഉൾവശം എല്ലാം ഇതുപോലെ തന്നെയാണ്. തീവ്ര ഭക്തി അനുഷ്ഠിക്കുന്ന ബുദ്ധസന്യാസിമാർ ആരാധിക്കുന്നതിനായി ഇത്തരം പെയിന്റിങ്ങുകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇത്തരത്തിലുള്ള ചിത്രകലയെ ഗാന്ധാരകല എന്നാണ് അറിയപ്പെടുന്നത്. ആരാധനയുടെ ഭാഗം മാത്രമല്ല, മതപരമായ ആശയങ്ങൾ, ഡിസൈനുകൾ, ശൈലികൾ എന്നിവ വരും തലമുറയ്ക്ക് കൈമാറാനും ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു. പരിപൂർണ നിശബ്ദതയിലാണ് ഇവിടം. പുറത്തിറങ്ങിയപ്പോൾ അവിടെയുള്ള ഒരു മണി പോലെയുള്ള ഒരു വലിയ തളികയിൽ അടിക്കുകയും ആ ശബ്ദം കേട്ട് അങ്ങ് അകലെ ഇവിടെ കേട്ട തരത്തിൽ അവിടെയും ഇതേ ശബ്ദത്തിൽ കേട്ടതും എന്നെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. ഈ ശബ്ദം കേട്ട് മുറിയിലുള്ളവർ ഇങ്ങോട്ട് പ്രാർത്ഥനയ്ക്കായി വരുന്നത് കാണാമായിരുന്നു. ക്ഷേത്രത്തിലെ കാഴ്ചകൾ എല്ലാം കണ്ടു പുറത്തിറങ്ങിയപ്പോൾ ഇവിടെയും ചില ബുദ്ധസ്തൂപങ്ങൾ. ചിലർ അതിനെ പശ്ചാത്തലമാക്കി ഫോട്ടോയും റീൽസും ഒക്കെ എടുക്കുന്നു. ഇവിടെ വരുന്നവർക്ക് ടിബറ്റൻ സ്റ്റൈലിൽ ഫുഡ് കിട്ടുന്ന ഒരു കഫ്റ്റീരിയൊക്കെ ഉണ്ട്. ഈ തടാകത്തിനുള്ളിൽ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നീട് ഓട്ടോക്കാരൻ കൊണ്ടുപോയത് അതിനടുത്തുള്ള ഒരു ക്ഷേത്ര സമുച്ചയത്തിലേക്ക് തന്നെയായിരുന്നു. അവിടെയും പത്മസാംഭവ മഹാവീർ എന്ന ബോർഡ് ആണ് കണ്ടത്. എന്താണ് ചരിത്രം എന്ന് ഒന്നും മനസ്സിലായില്ല. ആരെയും ചോദിച്ച് മനസ്സിലാക്കാൻ അവിടെ കണ്ടുമില്ല. ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്ന ചില ബുദ്ധസ്തൂപങ്ങളും വലിയ വലിപ്പത്തിലുള്ള പ്രയർ വീലും ഇവിടെ കാണാം. ക്ലോക്ക് വൈസിൽ മാത്രമേ അത് കറക്കാവൂ എന്ന് പ്രത്യേകം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പ്രയർ വീൽ കറക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലിയതായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു പ്രത്യേക തരത്തിലാണ് ഇവിടെ ടിബറ്റൻ പതാകകൾ കെട്ടിയിരിക്കുന്നത്. അത് ലോകത്തിൽ എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നതും. പല നിറത്തിലുള്ള പതാകകൾ കാറ്റിലുലയുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. തിരികെ പോരാൻ നേരം ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തിയാൽ തനിയെ കറങ്ങുന്ന പ്രയർ വീലുകൾ. അതിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി അടച്ചിരിക്കുകയാണ്. മടക്കയാത്രയിലാണ് നമ്മുടെ കേരളത്തിൽ ഇനിയും കാണാൻ സാധ്യതയില്ലാത്ത ഈ കൃഷിരീതി കണ്ടത്. ഇളം തലമുറയ്ക്ക് ഒരു പാഠമാകട്ടെ എന്ന് കരുതിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെയും ട്രാക്ടറൊക്കെ ഉണ്ടെങ്കിലും ആ കർഷകന്റെ നിവൃത്തികേട് കൊണ്ടാവാം ആ പഴമ ഇപ്പോഴും തുടരുന്നത്. ഏതായാലും ഇന്നലെ അനുഭവിച്ച പ്രയാസം മാറി. ഈ മനോഹരങ്ങളായ കാഴ്ചകൾ കണ്ടിറങ്ങിയപ്പോൾ സന്തോഷവും സംതൃപ്തിയും തന്നെയാണ് അനുഭവപ്പെട്ടത്.